ഒരു കമ്പനി ഇങ്ങോട്ട് പ്രപ്പോസൽ വെക്കുമ്പോൾ അതിൽ ഒരു ടെൻഡറിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്, അതായത് സർക്കാർ അങ്ങോട്ട് വെക്കുന്ന ഒരു പദ്ധതിയല്ല, സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു പദ്ധതി ആകുമ്പോഴാണ് ടെൻഡർ വെക്കുക. നിക്ഷേപമല്ല, വ്യവസായ നിക്ഷേപം. അതെ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസലാണ്. ആ പ്രപ്പോസൽ അതേപടി സ്വീകരിക്കുക എന്നുള്ളതല്ലല്ലോ സർക്കാരിന്റെ രീതി. അത് എന്തുകൊണ്ട് പാലക്കാട് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ പാലക്കാട് മന്ത്രിയായ എം പി രാജേഷിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. പാലക്കാട് പോലുള്ളൊരു സ്ഥലത്ത് അവിടെ ജലലഭ്യതയിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട്. കഞ്ചിക്കോട് എലപ്പുള്ളി പഞ്ചായത്തിലെ വിക്ടറി പേപ്പർ മില്ലിലെ 26 ഏക്കർ സ്ഥലത്ത് 6-ാം വാർഡിലാണ് ഈ ഡിസ്റ്റിലറി പ്ലാന്റ് വരാൻ പോകുന്നത്. അവിടെ ശുദ്ധജലത്തിനു വേണ്ടി എല്ലാ വർഷവും ആളുകൾ ബുദ്ധിമുട്ടുന്നൊരു പ്രദേശമാണ്. ഒരു ശുദ്ധജല വിതരണ പദ്ധതി നടപ്പാക്കാൻ പറ്റാത്ത സ്ഥലമാണ്. അവിടെ 10,000-ലധികം പേർ കഴിയുന്ന എലപ്പുള്ളിയിൽ 500-നടുത്ത കുഴൽക്കിണറുകൾ ഇതിനകം കുഴിച്ചിട്ടുണ്ട്. അതിൽ 400-ൽ താഴെ കുഴൽക്കിണറിൽ മാത്രമേ വെള്ളം വരുന്നുള്ളൂ എന്നൊരു പ്രശ്നം കൂടിയാണ്. അപ്പോൾ അത്രത്തോളം വെള്ളം ബുദ്ധിമുട്ടുന്ന വരണ്ട പ്രദേശമാണ്. അവിടെ മഴവെള്ളം ശേഖരിച്ചുകൊണ്ട് പദ്ധതി നടപ്പാക്കുമെന്നൊക്കെ പറയുന്നത് എന്തൊരു തമാശയാണ്. അങ്ങനെ മഴവെള്ളം ശേഖരിക്കാൻ പറ്റുകയാണെങ്കിൽ അവിടുത്തെ കുടിവെള്ളക്ഷാമം തന്നെ പരിഹരിക്കാൻ പറ്റില്ലേ? അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാൻ പറ്റാത്തൊരു കാര്യം